അങ്ങനെ ഈ ആഴ്ചത്തെ അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് വന്നിരിക്കുകയാണ്. ഒന്നാമത് അനുമോളാണ്, രണ്ടാമത് നിൽക്കുന്നത് അനീഷാണ്, മൂന്നാമത് നൂറ ഇല്ലാത്തത് കൊണ്ട് നൂറയുടെ വോട്ടും കൂടി ഉള്ളതുകൊണ്ടാണെന്നറിയില്ല ആദില മൂന്നാമത് എത്തിയിരിക്കുകയാണ്. നാലാമതൊരു മുന്നേറ്റവുമായിട്ട് അക്ബറാണുള്ളത്. അഞ്ചാമത് നമ്മുടെ നെവിനും, പിന്നെ ആറാം സ്ഥാനത്ത് നമ്മുടെ ആര്യനാണുള്ളത്. ഏഴാമത് അഭിലാഷ്, എട്ടാമതായിട്ടുള്ളത് നമ്മുടെ വേദലക്ഷ്മിയാണ്. വേദലക്ഷ്മിക്ക് ഒരു നല്ല മുന്നേറ്റമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. പിന്നീടുള്ളത് ഡോക്ടർ ബിന്നിയാണ്. ബിന്നി കഴിഞ്ഞ് നമ്മുടെ 10ാം സ്ഥാനത്ത് വന്നിരിക്കുന്ന രണ ഫാത്തിമയാണ്. രണ ഫാത്തിമയ്ക്ക് ശേഷം 11ാമത് നമ്മുടെ സാബുമാനാണ്. സാബുമാൻ ഒന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു നമുക്ക് വോട്ടിങ്ങിലും തീരെ കുറവാണ് കാണുന്നത്. പിന്നീടുള്ളത് പ്രവീണാണ്. പ്രവീണും നമ്മൾ ഏറ്റവും ലാസ്റ്റ് നമ്മളെല്ലാവരും കാത്തിരുന്നത് പോലെ തന്നെ നമ്മുടെ മസ്താനിയാണ് വന്നിരിക്കുന്നത്. ഇതിലേറ്റവും പുറകിൽ ഇപ്പം നിൽക്കുന്നത് മസ്താനിയും പ്രവീണുമാണ്.